ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40 നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഈ കഴിഞ്ഞ ദിവസം, അതായത് സെപ്റ്റംബർ 12 സഖാവ് സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ യോഗം നമ്മുടെ രാജ്യം വ്യാപകമായി സംഘടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തെ അനുസ്മരിച്ച് പൊതുയോഗവും ഒക്കെ നമ്മൾ നടത്തി. സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ച് നമുക്കറിയാം, നല്ല ഒരു നേതാവായിരുന്നു, ജനകീയനായ ഒരു നേതാവായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റവും ആ ഒരു ശൈലി, അതായത് അദ്ദേഹത്തിന് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായിരുന്നു. അങ്ങനെ ജീവിച്ചു വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, അതായത് എല്ലാ പാർട്ടിയിലും അദ്ദേഹം സ്വീകാര്യനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 12 രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ സ്മരണ ഓർത്തുകൊണ്ട് ക്ലാസുകളും യോഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു. നമുക്കറിയാം, സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളൊക്കെ ഉയർന്ന ജോലിയിലുള്ള ആളുകളായിരുന്നു. തന്മൂലം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പല ഘട്ടങ്ങളിലായി പല സ്ഥലങ്ങളിലായിട്ടാണ്, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലായിട്ടാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമൊക്കെ നടന്നത്. അങ്ങനെ അദ്ദേഹം പഠിച്ചത് പല സ്ഥാപനങ്ങളിലാണ്. അതായത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, അതുപോലെ മുസ്ലിം സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആളുകളുമായിട്ടൊക്കെ ഇടപെട്ട് അങ്ങനെ വളർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റമാണ് എല്ലാവരെയും ആകർഷിച്ചത്. സ്കൂൾ കാലഘട്ടം മുതൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അങ്ങനെ വളർന്നു വന്നു, ജനകീയനായ ഒരു നേതാവായി, എല്ലാവർക്കും പ്രിയപ്പെട്ട, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തിരുന്നു. വേണ്ട ഒരു പരിഗണന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കൊടുത്തിരുന്നു. കാരണം അത്രയ്ക്ക് ഒരു വലിയ പണ്ഡിതനായിരുന്നു ഈ സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞ ഈ സഖാവ്. കാരണം അദ്ദേഹം ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്തു. പലയിടത്തും അദ്ദേഹം 1ാം റാങ്കോടെയാണ് പാസ്സായി വിജയിച്ചത്. അത്രയ്ക്ക് കഴിവും പ്രാഗൽഭ്യവും ഉള്ള ആളായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞത്. അദ്ദേഹം കേരളത്തോട് ഒരു പ്രത്യേക ഇഷ്ടം കാണിച്ചിരുന്നു, കേരള ജനതയോട് ഒരു ഇഷ്ടം കാണിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഏത് കാര്യമാണെങ്കിലും പറയുന്നത് പ്രവർത്തിച്ച് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് സഖാവ് സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞ വ്യക്തി. പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിക്കും. അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് ശരിക്കും ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് എതിരാളികളില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തി സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞ ആ വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത രീതിയും ആ ഒരു ശൈലിയും വളരെ എന്നെ ആകർഷിച്ചിട്ടുണ്ട് പല അവസരങ്ങളിലും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഒരു നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ സഖാവ് VS അച്യുതാനന്ദനെയാണ്. അച്യുതാനന്ദന്റെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ശൈലിയും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാഷണമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അതൊരു കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ സമരവീര്യത്തോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ ഞാൻ പല അവസരങ്ങളിലും പല സ്ഥലങ്ങളിലും പോയി കേട്ടു നിന്നിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് സഖാവ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് EK നയനാര്. അദ്ദേഹവും ഇതുപോലെ തന്നെ നല്ല ഒരു ജനങ്ങളുമായിട്ടൊക്കെ നർമ്മ സംഭാഷണത്തിലൂടെയൊക്കെ ജനങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു നേതാവാണ്. ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളെപ്പോലെയൊക്കെയുള്ള ആളുകളൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ജനകീയ നേതാക്കളൊക്കെ നമ്മളുടെ
ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ടാവുമ്പോൾ ഈ ജീവിച്ചിരുന്ന സമയങ്ങളിൽ നമ്മളെയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഇപ്പോൾ ഇവർ ജീവിച്ചിരുന്ന അവസരങ്ങളിൽ അവരുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ പഴയകാല പ്രസംഗങ്ങളൊക്കെ എടുത്ത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര നിഷ്കളങ്കമായി, അതുപോലെ സമരവീര്യത്തോടു കൂടിയൊക്കെ എത്ര സമരങ്ങളെയൊക്കെ ഈ പറഞ്ഞ സീതാറാം യെച്ചൂരി ഉൾപ്പെടെ ഒരുപാട് സമരങ്ങളെയൊക്കെ നേരിട്ട് ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ പറഞ്ഞ എല്ലാ നേതാക്കളും ഈ പറഞ്ഞ സഹനത്തിന്റെ വേദനയുടെ തീച്ചുളയിലൂടെ ഒക്കെ വളർന്നു വന്ന നേതാക്കളാണ്. അങ്ങനെ വന്ന് പാർട്ടിയെ വളർത്തിയ നേതാക്കന്മാരാണ് ഈ പറഞ്ഞ സഖാവ് VS അച്യുതാനന്ദനും, അതുപോലെ തന്നെ ഈ പറഞ്ഞ നയനാരും, അതുപോലെ തന്നെ ഈ നമ്മളുടെ പ്രിയങ്കരനായ സീതാറാം യെച്ചൂരി ഒക്കെ ജനഹൃദയങ്ങളിൽ അതുകൊണ്ടാണ് ഇന്നും ജീവിച്ചു ഇരിക്കുന്നത്. ഇന്നും മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം തികഞ്ഞു. അതിന്റെ അനുസ്മരണ യോഗമാണ് 2025 സെപ്റ്റംബർ 12-ാം തീയതി രാജ്യവ്യാപകമായി നാം അദ്ദേഹത്തെ അനുസ്മരിച്ചത്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ആ ഒരു ജനങ്ങളുമായിട്ടുള്ള ജനങ്ങളിൽ അദ്ദേഹം ജീവിക്കും, മരിച്ചാലും എന്നും ഓർമ്മയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ മുൻപ് പറഞ്ഞ ഈ വ്യക്തികളെല്ലാം. കാരണം അവരുടെ ആ ജീവിത ശൈലി ജനങ്ങളെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സെപ്റ്റംബർ 12-ാം തീയതി നാം ഈ യെച്ചൂരിയുടെ അനുസ്മരണ സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ യോഗം സംഘടിപ്പിക്കുകയും അതിലൊക്കെ പല ആളുകളും സംബന്ധിക്കുകയും ഒക്കെ ചെയ്ത് രാജ്യവ്യാപകമായി എല്ലാ സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുകയും അനുസ്മരിക്കുകയും ഒക്കെ ചെയ്തു. ഇതുപോലെയൊക്കെയുള്ള നേതാക്കന്മാരൊക്കെ ഇനിയും നമ്മുടെ പാർട്ടിയിൽ വളർന്നു വരണം. ഇതുപോലെയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ ബഹുമാനിക്കും, ഇഷ്ടപ്പെടും. ഇപ്പോൾ ഉള്ള മറ്റാരും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞു പോയ ആൾക്കാരാണ്. അവരെ നമ്മൾ സ്മരിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവരുടെ പേര് പറഞ്ഞു. ഇപ്പോൾ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ നല്ല നല്ല വ്യക്തികളുണ്ട്. അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മൾ ഈ അനുസ്മരണ യോഗത്തെ ഒന്ന് ഉദ്ദേശിച്ച് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.